നമസ്കാരം. അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം. ഒരു ഗർഭവും ഒരു മരണവും അതുപോലെ തന്നെ ചില ആനുകാലികങ്ങളുമാണ് ഇന്ന് സംസാരിക്കുന്നത്. ആനുകാലികം പറയുമ്പോൾ നമ്മുടെ കാഷ് പട്ടേലിനെ പറ്റി ആദ്യം പറയാം. ഹർഷ് പട്ടേൽ എന്നോ മറ്റോ ആണ് അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര്. ന്യൂയോർക്ക് ഗാർഡൻ സിറ്റിയിൽ ജനിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഈ 44-ാം വയസ്സിൽ FBI മേധാവിയായി എന്ന് പറയുന്നത് നിസ്സാരമായൊരു കാര്യമല്ല. കേരളത്തിലെ DGP 44 വയസ്സുള്ള പോലീസിലൊന്നും ജോലി ചെയ്തിട്ടില്ലാത്ത ഒരാൾ കേരളത്തിലെ DGP ആയാൽ എങ്ങനെ ഇരിക്കും? അതേ അവസ്ഥയിലാണ്, അതിനേക്കാൾ വലിയ അവസ്ഥയിലാണ്. അല്ലെങ്കിൽ CBI ഡയറക്ടർ ആയാൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെയാണ് FBI ഡയറക്ടർ പദവി. അപ്പോൾ ആ പദവിയിലെത്തുക എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാരമായൊരു കാര്യമല്ല. അതുപോലെ പ്രാഗൽഭ്യവും അതുപോലെ പരിചയവും ഉള്ള ആളുകളെയാണ് സാധാരണയായിട്ട് ആ സ്ഥലത്തിലേക്ക് പരിഗണിക്കുക. പ്രധാനമായിട്ടും ഈ US അറ്റോർണി അങ്ങനെയുള്ള പോസ്റ്റുകളിലൊക്കെ വളരെ വർഷങ്ങളായിട്ട് പ്രോസിക്യൂട്ടർമാരായിട്ട് സേവനമനുഷ്ഠിച്ചവർ. ഇപ്പം നമുക്കറിയാം, എഡ്ഗാർ ഹൂവർ എന്നും പറഞ്ഞ് ഒരു വമ്പൻ കക്ഷി ഉണ്ടായിരുന്നു. അദ്ദേഹം FBI മേധാവിയായിട്ട് ഏതാണ്ട് 50 വർഷത്തോളം 1927-28 മുതൽ ഈ ആ പഴയ പ്രസിഡന്റ് ഹെർബർട്ട് ഹൂവർ എന്ന് പറഞ്ഞ പ്രസിഡന്റിൻ്റെ എന്തോ ഒരു ബന്ധുവാണ് അദ്ദേഹം നിയമിച്ചതാണ്. അത് ആ 20കളുടെ അവസാനം 27-28 ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ നിയമിച്ചു. അദ്ദേഹം 70കളിൽ വരെ അദ്ദേഹം തുടർന്നു. അപ്പോൾ അമേരിക്കയിലെ നീതിന്യായ രംഗത്ത് ഈ എഡ്ഗാർ ഹൂവറിൻ്റെ പാദമുദ്രകൾ ഇപ്പോഴും പതിഞ്ഞു കിടപ്പുണ്ടെന്നാണ് പറയുന്നത്. കാരണം അത്രയധികം പ്രഗത്ഭനായിരുന്നു. ഇവിടുത്തെ കുറ്റാന്വേഷണ രംഗവും അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങൾക്കെതിരെയുള്ള നടപടികളിലും ഏറ്റവും വലിയ ശക്തിയായിട്ട് നിന്ന ആളാണ് എഡ്ഗാർ ഹൂവർ. അപ്പോൾ അദ്ദേഹമൊക്കെ ഇരുന്ന കസേരയിലേക്കാണ് നമ്മുടെ ഇന്ത്യൻ വംശജനായ കാഷ് പട്ടേൽ വരുന്നത്. സത്യത്തിൽ നമുക്ക് അഭിമാനിക്കാം. ഈ അമേരിക്കക്കാരുടെ ഓരോ കഷ്ടകാലമേ ഇങ്ങനെ അവനോനിരിക്കേണ്ട സ്ഥലത്ത് അവനോനിരുന്നില്ലെങ്കിൽ പിന്നെ ഇന്ത്യക്കാരൊക്കെ കയറി ഇരിക്കും എന്ന് നമ്മൾ പറയേണ്ടി വരും. എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ പറയാമോ എന്നറിഞ്ഞുകൂടാ. അത് ഒരു ഡെറോഗേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. അർഹനായ ഒരു വ്യക്തി അല്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രംപ് അദ്ദേഹത്തെ ആ സ്ഥാനത്തേക്ക് നിയമിക്കില്ല എന്ന് നമുക്കറിയാം. എന്തായാലും ഈ സെനറ്റിൽ കൺഫർമേഷൻ കിട്ടും, അദ്ദേഹം ആ സ്ഥാനം ഏറ്റെടുക്കുമെന്ന് നമുക്ക് വിചാരിക്കാം, നമുക്ക് കരുതാം. അത് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമാണ്. ഈ കമല ഹാരിസ് വൈസ് പ്രസിഡന്റ് ആയ ശേഷം, വൈസ് പ്രസിഡന്റ് നമുക്കറിയാം ഇങ്ങനെയുള്ള നിയമപരമായിട്ടുള്ള ഈ നിയമപാലന അധികാരങ്ങളൊന്നുമില്ല. കാര്യം നമ്പർ 2 ആണ്. അമേരിക്കയിലെ നമ്പർ 2 സ്ഥാനമുണ്ടെങ്കിലും ഇങ്ങനെയുള്ള അധികാരങ്ങളില്ല. പക്ഷേ FBI ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അമേരിക്ക ഒട്ടാകെ വ്യാപിച്ചു കിടക്കുന്ന അധികാരമാണ്. ആരെയും പൊക്കാനും ആരെയും അറസ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള അധികാരം നമുക്കറിയാം. ഈ ഇല്ലിനോയ് ഗവർണറായിരുന്ന ബ്ലാഗോവിച്ച് അദ്ദേഹം അവിടെ ഒബാമ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനായിട്ട് അവിടെ സെനറ്റർ പദവി രാജിവെച്ചപ്പോൾ അതിന് പകരം നിർദ്ദേശിക്കേണ്ടത് ഈ ബ്ലാഗോവിച്ചാണ്, ഗവർണറാണ്. അപ്പോൾ അത് നിർദ്ദേശിക്കാൻ വേണ്ടി ഇദ്ദേഹം കൈക്കൂലി വാങ്ങി എന്നുള്ള ഒരു ആരോപണം, കൈക്കൂലിയല്ല, ആളുകളെ സ്വാധീനിച്ച് അവരിൽ നിന്ന് ആനുകൂല്യം പറ്റുന്നു, അങ്ങനെയുള്ള ഒരു ആരോപണത്തിൻ്റെ പേരിൽ ഈ അദ്ദേഹം ഗവർണറായിരിക്കെ FBI പോയി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. FBI ചെന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾക്കെതിരെ അറസ്റ്റ് വാറണ്ടുണ്ട്, നിങ്ങൾ കൂടെ പോരുന്നതാണ് നല്ലത്. ഉടനെ ഗവർണർ അവരുടെ കൂടെ പോയി അറസ്റ്റ് ഒക്കെ രേഖപ്പെടുത്തി തിരിച്ചു വന്നു. എന്തായാലും അതോടുകൂടി ആ കക്ഷിയുടെ രാഷ്ട്രീയ ഭാവി ഇല്ലാതായി തീർന്നു. പിന്നെ അത് കേസിൽ ശിക്ഷിക്കപ്പെട്ടോ എന്ന് അത് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. അപ്പോൾ ഇതാണ് FBI ശക്തി. ആരെയും അറസ്റ്റ് ചെയ്യുകയും ആരെയും നിലയ്ക്ക് നിർത്തുകയൊക്കെ ചെയ്യാനുള്ള കഴിവ് FBI-ക്കുണ്ട്. എത്ര വലിയ വമ്പനാണെങ്കിലും ഇവിടെ ന്യൂയോർക്ക് മേയർ എറിക് ആഡംസിനെ FBI ആണ് കുടുക്കിയിരിക്കുന്നത്. അദ്ദേഹം എറിക് ആഡംസിനെതിരെ കേസുകൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് തമാശ, ഈ FBI-ക്കുള്ള അത്രയുമോ അതിൽ കൂടുതലോ പോലീസുകാർ അദ്ദേഹത്തിൻ്റെ എറിക് ആഡംസിൻ്റെ കീഴിൽ ന്യൂയോർക്ക് സിറ്റി പോലീസിലുണ്ട്. ഏതാണ്ട് 50,000-ലധികം പോലീസുകാർ ഈ ന്യൂയോർക്ക് സിറ്റി പോലീസിലുണ്ട്. അതിൻ്റെ എല്ലാം മേധാവിയാണ് ഈ എറിക് ആഡംസ്. അവരെയെല്ലാം നിയന്ത്രിക്കുന്നത്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, FBI വന്ന് അറസ്റ്റ് ചെയ്യാൻ വന്നാൽ പോയത് തന്നെ അത് ഫെഡറൽ ക്രൈംസിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു അധികാര കേന്ദ്രത്തിലേക്ക് ചെറുപ്പക്കാരനായ ഒരു ഇന്ത്യക്കാരൻ വരുന്നു എന്നുള്ളത് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം തീർത്തും അഭിമാനകരമായ ഒരു കാര്യമാണ്. അദ്ദേഹം ആ രംഗത്ത് വിജയിക്കട്ടെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളോടും നമുക്ക് യോജിപ്പില്ല. കാരണം അദ്ദേഹം പറഞ്ഞത് ആ ലോയൽറ്റി ഇല്ലാത്തവരെയൊക്കെ അവരെ എല്ലാം നേരിടും. അതുപോലെ തന്നെ അത് ഉദ്യോഗസ്ഥരെ മാത്രമല്ല മാധ്യമങ്ങളിലുള്ളവരെ വരെ നേരിടുമെന്നാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ട്രംപ് കഴിഞ്ഞ തവണ വിജയിച്ചു എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരാൾ തീവ്ര നിലപാടുകൾ അത് ശരിയാണോ എന്നും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അത് ഏത് രീതിയിലാണ് അതൊക്കെ പ്രാബല്യത്തിൽ വരിക, അത് പ്രയോഗത്തിൽ വരിക എന്ന് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം തീവ്ര നിലപാടുള്ള പലരും വേറെയുമുണ്ട്. എങ്ങനെയായാലും ലോയൽറ്റിയെ പറ്റി പറയുമ്പോൾ ആരോടാണ് നമുക്ക് ലോയൽറ്റി വേണ്ടത്?
പ്രസിഡന്റിനോടാണോ അല്ലെങ്കിൽ നിലവിൽ ഭരിക്കുന്നവരോടാണോ ആരോടാണ് നമുക്ക് ലോയൽറ്റി വേണ്ടത്? നമുക്ക് ലോയൽറ്റി വേണ്ടത് അമേരിക്ക എന്ന രാജ്യത്തോടാണ് ലോയൽറ്റി വേണ്ടത്. അതുപോലെ തന്നെ പിന്നെ അമേരിക്കൻ ഭരണഘടനയോടും. അതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇപ്പം ഭരിക്കാൻ വരുന്നവർ 4 വർഷം കഴിഞ്ഞ് ആ ഭരണം അവസാനിക്കും എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത്. അതാണ് ആ ഭരണത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. പക്ഷേ അതില്ലാത്തതിൻ്റെ ചില കുഴപ്പങ്ങൾ നമ്മൾ ലോകരംഗത്ത് കാണുന്നുണ്ട്. പുടിൻ എന്ന് പറഞ്ഞൊരു കക്ഷി എത്രയോ വർഷമായിട്ട് അവിടെ കയറിയിരിക്കുന്നത്. റഷ്യ പോലൊരു മഹത്തായ ഒരു വലിയ രാജ്യത്ത് അവിടെയെല്ലാം ആളുകൾ വിവരമുള്ളവരാണെന്നാണ് പറയുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ നമ്മൾ കാണുന്ന റഷ്യക്കാർ കൂടുതലും അത്ര വലിയ വിവരമുള്ളവരാണെന്ന് തോന്നിയിട്ടില്ല. അത്രയധികം ഉയർന്ന വിദ്യാഭ്യാസം ഉള്ളവരെയൊന്നും കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ ഒരു രാജ്യത്ത് അയാൾ കയറി എത്രയോ വർഷങ്ങളായിട്ട് അയാൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അയാളല്ലാതെ വേറെ ആരും ഇല്ല റഷ്യയിൽ ഭരിക്കാനായിട്ട്. ഇപ്പോൾ ഭൂമിയിലുള്ളതിൻ്റെ ഒരു പകുതി പ്രശ്നത്തിൻ്റെ കാരണക്കാരൻ അദ്ദേഹമാണ്. അയാളെ പറഞ്ഞു വിടാനായിട്ട് ആ രാജ്യത്തിന് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് രാജ്യത്തിൻ്റെ ഒരു പരാജയമാണ്. പിന്നെ അതുപോലൊരു കക്ഷിയാണ് നെതന്യാഹു. എത്രയോ വർഷമായിട്ട് അയാൾ ഇസ്രായേൽ ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇസ്രായേലിൽ ഈ ഹമാസിനിട്ടും ഹിസ്ബുള്ളയ്ക്കിട്ടും ഒരു കൊട്ടു കൊടുത്തതിൽ നമുക്ക് യാതൊരു വിരോധമില്ല. അവരത് അർഹിക്കുന്നതാണ്. കാരണം ഈ ഇസ്രായേൽ എന്ന രാജ്യം, ഇസ്രായേലും യഹൂദരെ പറ്റി പറയുമ്പം യഹൂദരുടെ ചരിത്രം തന്നെ ആ ഭാഗത്തു നിന്നാണ്. യെറുസലേമും ഇസ്രായേൽ ആ ജനത ഉത്ഭവിച്ചതും ആ ജനതയുടെ ചരിത്രം മുഴുവൻ അവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ അവരവിടെ വരാൻ പാടില്ല. അവരെ മുഴുവൻ മുച്ചൂടും മുടിക്കും. അതുവരെ ഞങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് വിചാരിക്കുന്നത് ശരിയാണോ? ഹമാസും ഹിസ്ബുള്ളയും ഇതിപ്പം ഈ ഇസ്രായേൽ എന്ന രാജ്യം യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നു. അത് 10-75 വർഷമായിട്ട് നിലനിൽക്കുന്നു. ഇനിയൊരു ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നതിന് പകരം അവരെ തകർത്തിട്ട് ഞങ്ങൾ ശാപ്പാട് കഴിക്കുള്ളൂ എന്നുള്ള ആ ഉണ്ണാവ്രതം എടുക്കുന്നത് ശരിയാണോ എന്ന് ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഒരടി കിട്ടിയതിൽ തിരക്കേടില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് ദോഷം സംഭവിച്ച പാവങ്ങളും നിരപരാധികളും കുട്ടികളും ഒക്കെ അനുഭവിക്കുന്ന വേദനകൾ നമ്മൾ കാണുന്നു. പക്ഷേ നമ്മൾ വേറൊന്നുകൂടെ കാണണം. അവരുടെ തൊട്ടടുത്തുള്ള രാജ്യങ്ങളുണ്ട്, ജോർദാൻ, ഈജിപ്റ്റ്, അതുപോലൊക്കെയുള്ള രാജ്യങ്ങൾ, തൊട്ടടുത്തുള്ള രാജ്യങ്ങൾ, അവർക്കാർക്കും പ്രശ്നമില്ല. നമ്മുടെ ഇവിടെ അമേരിക്കയിലുള്ള ചെറുപ്പക്കാർക്കും കേരളത്തിലെ ഹമാസ് ഭക്തർക്കുമൊക്കെയാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. അല്ലാത്തവർക്കൊന്നും അതിനെപ്പറ്റി ഒട്ടും അസ്വസ്ഥപ്പെടുന്നതായിട്ട് കാണുന്നുമില്ല. എന്തായാലും നമുക്കതിൽ വേദനയുണ്ട്. ആളുകൾ കൊല്ലപ്പെടുകയും ആളുകൾ കഷ്ടത്തിലും ദുരിതത്തിലും ആവുകയും ചെയ്യുന്നതിൽ അത് കാണുന്നതിൽ ഒരു സുഖമുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ ഇത് മറ്റൊരാൾ ഇങ്ങനെ നിരന്തരമായിട്ട് ഒരാൾ അധികാരത്തിലിരിക്കുന്നതിന് മറ്റൊരു ദോഷം. പിന്നെ ഇതുപോലുള്ള 2 രാജ്യങ്ങൾ, ഒന്ന് ഇറാനും പിന്നൊന്ന് നോർത്ത് കൊറിയയാണ് ശല്യക്കാരായ 2 രാജ്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചുരുക്കം ചിലരാണ് ഈ ലോകരംഗം മലിനപ്പെടുത്തുന്നത്. എന്തായാലും ഇതൊക്കെ നമ്മൾ സഹിക്കേണ്ട ഒരവസ്ഥ ഉണ്ട്. ഇനി ട്രംപ് വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു മാറ്റം വരുമോ എന്നാണ് നമുക്കിനി കാണേണ്ടിയിരിക്കുന്നത്. ഇനി ആദ്യം പറഞ്ഞ കാര്യത്തെപ്പറ്റി, ഗർഭകാര്യത്തെപ്പറ്റി, അതിൻ്റെ പ്രധാന കാരണം ഇന്ന് മലയാള മനോരമയിൽ ഈ പുടിനെ പറ്റിയാണ്, റഷ്യയെ പറ്റിയാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ലേഖനം കണ്ടു. അതിൽ പറയുന്നത് ആളുകൾ കൂടുതൽ കുട്ടികളുണ്ടാകാൻ വേണ്ടി ഇടയ്ക്ക് ജോലിക്കിടയിൽ പോയി വേണമെങ്കിൽ സെക്സും ഒക്കെ ആകാം. അല്ലെങ്കിൽ ഈ ആളുകളുടെ വിഹിതമായിട്ടും അവിഹിതമായിട്ടും ഒക്കെ എങ്ങനെയായാലും കുട്ടികളുണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം അവരുടെ കുട്ടികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. യുദ്ധത്തിലാണെങ്കിലും ഒത്തിരി ആളുകൾ മരിച്ചുപോയി. അപ്പോൾ കുട്ടികളില്ലെങ്കിൽ ആ രാജ്യം മുന്നോട്ട് പോവില്ല. അതുകൊണ്ട് ഏത് രീതിയിലായാലും അതിൽ വിഹിതമായാലും അവിഹിതമായാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്ക്. അപ്പോൾ ഈ പുടിൻ്റെ കാര്യം ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, കേരളത്തിൽ കഴിഞ്ഞ ദിവസം 17 വയസ്സുള്ള ഒരു പെങ്കൊച്ച് മരിച്ചു. പനിയോ മറ്റോ ബാധിച്ച് ആശുപത്രിയിലായി. പക്ഷേ പോസ്റ്റ്മോർട്ടത്തിലാണ് മനസ്സിലാകുന്നത് 6 മാസമൊക്കെ ഗർഭിണിയായിരുന്നു. അപ്പോൾ ആ ഗർഭിണിയായ ഒരു കുട്ടി ആത്മഹത്യ ചെയ്യാതെ വേറൊരു മാർഗവും ഇന്നത്തെ കാലത്തില്ലേ? അതിന് മാത്രമുള്ളൊരു മഹാപാതകമാണോ അപ്പനില്ലാതെ ഒരു കൊച്ചുണ്ടാകുക? അപ്പനില്ലാതെ അല്ലല്ലോ, അത് ലീഗലല്ലാതെ ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ധാർമ്മികതയും നമ്മുടെ സംസ്കാരവും എല്ലാം തകർന്നു പോകുമോ? ഇന്നത്തെ കാലത്ത് അതിന് ആ രീതിയിൽ അല്ലാതെ നമുക്ക് ചിന്തിക്കാനാവില്ലേ കേരളത്തിൽ? അത് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ക്രിസ്ത്യൻ പശ്ചാത്തലമായിരിക്കും. കാരണം ക്രിസ്ത്യാനികളാണ് ഈ ഒരു വൃത്തികെട്ട ധാർമ്മികത പുലർത്തുന്ന ആളുകൾ, പറയുന്ന ആളുകൾ. അത് കന്യാസ്ത്രീകളാണെങ്കിൽ അവർ പറഞ്ഞ് പഠിപ്പിക്കുന്നത് ഏറ്റവും മോശമായ രീതിയിലുള്ള പഠിപ്പീരാണ് പഠിപ്പിക്കുന്നത്. ഈ ശുദ്ധതയ്ക്കെതിരായ മഹാപാപമാണ്, ഭയങ്കര തെറ്റാണ്. നിങ്ങളുടെ ജീവിതത്തെക്കാളും നമ്മുടെ ജീവിതത്തെക്കാളും വലുതായിട്ട് ഒരു ചുക്കുമില്ല. നമ്മുടെ ജീവിതം ഉണ്ടെങ്കിലേ നമുക്ക് ജീവിതമുള്ളൂ, നമുക്ക് ജീവിക്കാനാവൂ. അപ്പോൾ അത് കളയുന്ന ഒരു പരിപാടിക്കും ഒരു ധാർമ്മികതയും അംഗീകരിക്കേണ്ട ഒരു കാര്യവുമില്ല. ഒരു ആളുകളുടെ പരിഹാസത്തെയോ അല്ലെ ആളുകളെ ചീത്ത പറയുന്നതിനെയോ ഒട്ടും അംഗീകരിക്കേണ്ട ഒരു കാര്യമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ജീവിതം, അത് കഴിഞ്ഞിട്ടുള്ള കാര്യം. അപ്പോൾ എന്തായാലും ആ കൊച്ച് അങ്ങനെ ചെയ്യേണ്ടി വന്നു എന്നുള്ളതിൽ സങ്കടം തോന്നുന്നു, വളരെ ദുഃഖം തോന്നുന്നു. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നമുക്കറിയാം,
ഗർഭനിരോധനത്തിനുള്ള മാർഗ്ഗങ്ങൾ ധാരാളമുണ്ട്. അപ്പോൾ ഈ ചെറുപ്പക്കാരെയൊക്കെ അതേപ്പറ്റി ഒന്ന് ബോധവാന്മാരാക്കേണ്ടതില്ലേ? ഇപ്പോൾ ഇന്ത്യയിലുള്ളവരെല്ലാം കുറ്റം പറയാറുണ്ട്. അമേരിക്കയിലെ സ്കൂളുകളിൽ കോണ്ടം അവിടെ വെണ്ടർ നമുക്ക് ഈ പിന്നെ പൈസ ഇട്ട് കൊടുത്താൽ കിട്ടും. സ്കൂളുകളിൽ പൈസ ഇട്ട് കൊടുത്താലും അല്ലെങ്കിലും കിട്ടും. അത് ഞെക്കിയാൽ കിട്ടും. യന്ത്രങ്ങൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈംഗിക വിദ്യാഭ്യാസം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒരു മോശപ്പെട്ട കാര്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് നോക്കുമ്പോൾ തോന്നുമെങ്കിലും അത് അത്ര മോശപ്പെട്ടതല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കാരണം ആളുകൾ ബോധവാന്മാരാക്കുകയും അവർ അറിവുള്ളവരാകുകയും ചെയ്യുകയാണ് വേണ്ടത്. അതോ ആത്മഹത്യ ചെയ്യേണ്ട ഒരു സ്ഥിതി വരുന്നതാണോ ഏറ്റവും കേവപ്പെട്ട കാര്യം? ആത്മഹത്യയാണോ അതിനേക്കാൾ ഭയങ്കരമായ ഒരു സംഭവം? അപ്പോൾ അങ്ങനെ ആ പഠിപ്പിക്കുന്ന ഒരവസ്ഥ, ആ ആ അവസ്ഥയിൽ നിന്ന് കേരളം ഒന്ന് മറികടക്കേണ്ട ഒരു സമയമായിരിക്കുന്നു. ഒരു ഭാഗത്ത് കുട്ടികളുണ്ടാകുന്നതിന് വേണ്ടി ഒരു രാജ്യം മുഴുവൻ അവരുടെ ധാർമ്മികതയും അവരുടെ കോഡുകളും നിയമങ്ങളും എല്ലാം മാറ്റുന്നു. വേറൊരു രാജ്യത്ത് കുട്ടികളുണ്ടായതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു. എന്തൊരു കഷ്ടം പിടിച്ചൊരു കാര്യമാണിത്. അപ്പോൾ ഒരു മാറ്റം ആവശ്യമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൽ ഇനിയിപ്പം നമുക്കറിയാം, ഇപ്പോൾ എലോൺ മസ്ക് അമേരിക്കൻ ഭരണകൂടത്തിൽ വളരെ ശക്തനായ വക്താവാണ്. അതിന് പല സ്ത്രീകളിലായിട്ട് ഏതാണ്ട് കുറേ കുട്ടികളുണ്ട്, 10-12 കുട്ടികളൊക്കെ ഉണ്ട്. അദ്ദേഹം പറയുന്നത് ഈ ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ പങ്ക് അദ്ദേഹം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലെ ഏറ്റവും തമാശയുള്ള ഒരു കാര്യം ഇടയ്ക്ക് വായിച്ചത്, അദ്ദേഹത്തിൻ്റെ പിതാവ് എത്രയോ 70-72 വയസ്സിൽ ഒരു സ്ത്രീയിൽ ഇരട്ട കുട്ടികൾക്ക് മറ്റോ ജന്മം നൽകി. അപ്പോൾ ഈ സ്ത്രീ ആരാന്ന് ചോദിച്ചാൽ, ഇങ്ങനെ മുമ്പൊരു വിവാഹം കഴിച്ചിരുന്നു. അന്ന് ഒരു കുട്ടിയുമായിട്ട് വന്നിരുന്ന ആ സ്ത്രീക്ക് ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി വളർന്ന് വലുതായപ്പം ആ കുട്ടിയിലാണ് 2 മക്കളുണ്ടായിരിക്കുന്നത്. അത് കേട്ടിട്ട് എലോൺ മസ്കിന്, അപ്പോൾ മസ്കിൻ്റെ സഹോദരിയാണ്, മസ്കിന് തന്നെ ദേഷ്യം വന്നു എന്നാണ് വാർത്തയിൽ കണ്ടത്. അപ്പോൾ ഈ മസ്കിൻ്റെ പിതാവ് പറഞ്ഞ, ഇതല്ലാതെ വേറെ എന്തോ ഇതേ ചെയ്യാനുള്ളൂ, നമുക്ക് ചെയ്യുന്നതിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കണ്ടേ, അതിന് വേണ്ടി ചെയ്തതാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ആ കമൻറ്റ് കണ്ടത്. എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള ലോകത്ത് നമ്മുടെ നാട്ടിൽ ആ നിന്ദ്യമായ ഒരു ആശയങ്ങളും നിന്ദ്യമായ ചിന്താഗതികളൊക്കെ പുലർത്തി നമ്മുടെ ജീവിതത്തെക്കാൾ വലുതൊന്നുമല്ല, പോടാവില്ലെന്ന് പറയാനുള്ള ആ ഗഡ്സിൽ വേണം ജീവിക്കേണ്ടത് എന്ന് തോന്നുന്നു. ഈ വരട്ട് ധാർമ്മികതകൾ എടുത്തു കളയേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു.